ഹലോ, അസ്സലാമലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഞാൻ പറഞ്ഞില്ല എനിക്ക് 3 ദിവസം ഇങ്ങനെ കല്യാണം ഉണ്ടെന്ന്. അപ്പം ഇത് കല്യാണമായിട്ടാ. അപ്പം ഞങ്ങൾ ഇങ്ങനെ വന്നിട്ടൊക്കെ ഫസ്റ്റ് തന്നെ വെള്ളം കുടിച്ച് അപ്പം പിന്നെ കുറച്ച് നേരം അവിടെ ഒക്കെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞ് അത് പിന്നെ ഞങ്ങൾ ഹാളിലേക്ക് കയറും. അപ്പം ഞങ്ങൾ വരുമ്പോൾ തന്നെ എല്ലാവരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്തൊട്ടാണ് കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എല്ലാവരൊക്കെ അയച്ച് വർത്താനൊക്കെ പറഞ്ഞ് ഇപ്പം ഞങ്ങൾ ഹാളിലേക്ക് കയറിയിട്ട് ഞങ്ങൾ വരുമ്പോൾ തന്നെ പ്രോഗ്രാമൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ പിന്നെ എല്ലാവരൊക്കെ കണ്ട് പിന്നെ ഇതുപോലൊക്കെ ഇങ്ങനെ പ്രോഗ്രാം കല്യാണങ്ങളൊക്കെ ഉണ്ടാവണം നല്ലതാണ്. അപ്പം നമുക്ക് ഇങ്ങനെ ആൾക്കാരൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് കാണാം. അങ്ങനെ എൻ്റെ വാപ്പാടെ പറഞ്ഞില്ല, വാപ്പാടെ കസിൻ്റെ കല്യാണം. അപ്പം അടിപൊളി ഡെക്കറേഷനൊക്കെ ആയിരുന്നു കേട്ടോ. സ്റ്റേജും ഹോളൊക്കെ നല്ല അടിപൊളി ഹോളായിരുന്നു. അപ്പം അവിടെ പാടുന്നുണ്ട്, കുറച്ച് പേരൊക്കെ പാട്ട് പാടുന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഇടയിൽ പെണ്ണിനെ കൊണ്ടുവരുന്നു കേട്ടോ. അപ്പോൾ ഒപ്പനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് സൗണ്ട് എന്തായാലും ഇത് പറ്റില്ല, ചില ബ്ലോക്ക് ചെയ്യണ കാരണം അതാണ് കേട്ടോ. സൗണ്ടൊന്നും ഇല്ലാത്ത, പാട്ടിൻ്റെ സൗണ്ടൊന്നും പാടില്ല. അപ്പം അതുകൊണ്ടാണ്. അപ്പം എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ ഡ്രസ് കോഡൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ചിലർ പച്ച, മെറൂൺ അങ്ങനെയൊക്കെ ഡ്രസ് കോഡൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇതിന് മുന്നേ പണ്ട് ഞാനും എൻ്റെ മൂത്തുമ്മാടെ മോളും ഇതുപോലെ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇങ്ങനെ ഇവരുടെ അസം മൂത്താപ്പാന്ന് ഞങ്ങൾ സ്വന്തക്കാരാണ്. അപ്പം അവരുടെ ബന്ധത്തിൽ ഇതുപോലെ മക്കളുടെ കല്യാണമൊക്കെ ഉണ്ടായി. അവിടെ എന്താ പറയുക, അവിടെ സിനിമാ നടന്മാരും നടികളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അതേട്ടോ അടിപൊളി 5 ദിവസമായിരുന്നു ആ കല്യാണം. എനിക്ക് നല്ല ഓർമ്മ ഉണ്ട്. ഞാൻ സുമി എന്നിട്ട് അവളുടെ പേര്. ഇതുപോലെ നടന്മാരെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇങ്ങനെ നടക്കുക. അവിടെ കുറേ പേരൊക്കെ കണ്ടിരുന്നു കേട്ടോ. ജയറാമിനെ കണ്ടിരുന്നു, മോഹൻലാൽ, മമ്മൂട്ടി, അങ്ങനെ കുറേയൊക്കെ പേരെ ഞങ്ങൾ കണ്ടിരുന്നു. അതേട്ടോ അടിപൊളി കല്യാണമായിരുന്നു. അങ്ങനെ പിന്നെന്തൂട്ടാ ഈ കുറേ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്തുട്ടാണ് ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മുടെ കസിൻസിനൊക്കെ കാണാനൊക്കെ പറ്റുക. ഞങ്ങൾ പോവാറൊക്കെ ഉണ്ട്. എന്നാലും എനിക്കിങ്ങനെ എല്ലാവരെയും അങ്ങനെ കാണാനൊന്നും പറ്റൂലല്ലോ. അപ്പം പിന്നെ എല്ലാവരും ഗൾഫിൽ നിന്ന് കല്യാണത്തിന് വേണ്ടി വന്നിട്ടൊക്കെ ഉണ്ടായിരുന്നു. അവരെ മക്കളും അവരവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ പെണ്ണിനെ ഒരുക്കിയത് നല്ല പറയണ്ട, അത്രയും ഭംഗിയുണ്ട് കേട്ടോ ഒരുക്കിയത് കാണാൻ. നല്ല രസമുണ്ട് ഇതൊക്കെ കാണാൻ. പിന്നെ ഇത് ഒപ്പന ഉണ്ടായിരുന്നു, കുറേ പ്രോഗ്രാമുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞല്ലോ സൗണ്ടൊന്നും പറ്റൂല, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും കൂടി കസിൻസുകളൊക്കെ കൂടി ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇൻഷാ അല്ലാഹ് ഇനിയിപ്പോൾ നാളെ കോഴിക്കോടേക്ക് പോകണം. അപ്പം അതിൻ്റെ ഇടയിൽ മെഹന്തി ഉണ്ട് കേട്ടോ. മെഹന്തി ഇടയിൽ ചടങ്ങൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഒരു ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു, ഞങ്ങൾ അതൊന്നും എടുത്തില്ല. അപ്പം അതൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ പോകും കേട്ടോ. ഞാനൊക്കെ ജസ്റ്റ് അവിടെ ഒന്ന് കാണിച്ചു തരുന്നു. ഇവിടെ അടുത്ത് ആണ് കേട്ടോ ഇയാൾ. അപ്പം ഇവിടെ അതേട്ടാ ഭക്ഷണം കഴിക്കുന്നിടത്ത് അതേട്ടാ അടിപൊളി ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. മാനേജ് ചെയ്തതൊക്കെ നല്ല രസമുണ്ട്. ഇങ്ങനെ കാണാൻ ലൈറ്റുകൾ അങ്ങനെയൊക്കെ നല്ല രസമുണ്ട്. പിന്നെ ഫുഡ് സെക്ഷൻ്റെ അവിടെ അതേട്ടാ. ഞാനിപ്പോൾ ഗീ റൈസും ചിക്കൻ വറുത്തത് ബീഫ് ഉണ്ട് ഞാനെടുത്തത്. അതും അതേട്ടാ അടിപൊളി ഫുഡായിരുന്നു. അങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. പിന്നെ ഈ ഭാഗത്ത് സലാഡുകൾ ഉണ്ട്. എന്ത് ഭംഗിയുണ്ട് സലാഡ് ഇങ്ങനെ വെച്ചേക്കണ കാണാൻ. നല്ല കളർഫുൾ അല്ലേ, പല പല സലാഡുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്തൊട്ടാണ് അതിൻ്റെ അവിടെ തന്നെ നല്ല ഭംഗിയിൽ ഇങ്ങനെ ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതും നല്ല കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. കണ്ട അതിൻ്റെ മേലെ തന്നെ ലൈറ്റും ഉണ്ട്. കണ്ടില്ല എന്ത് രസമാണെന്ന് അവിടെ കാണാനൊക്കെ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പുഡിങ്, ചായ, ഐസ്ക്രീം അങ്ങനത്തെ കുറേ ഐറ്റംസ്. പിന്നെ ഞങ്ങൾ വരുമ്പോൾ ഇത്തിരി തീരാനായി. ഇതൊക്കെ പുഡിങ് ആയാലും ഞാൻ ഐസ്ക്രീമിന് എടുത്തത്. അപ്പം നിങ്ങൾക്കൊക്കെ ഇതുപോലെ ഇഷ്ടമാണ് കല്യാണമൊക്കെ കൂടാനും ഇങ്ങനെ ഇതിനൊക്കെ ഇതുപോലെ പ്രോഗ്രാമൊക്കെ കാണാനും അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തിട്ടല്ല. ആരും ഇങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യണില്ല, ബെല്ലൈക്കൺ അമർത്തണമെന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം എല്ലാവരും അത് ചെയ്യണം കേട്ടോ. അപ്പം എൻ്റെ വീഡിയോ ഒക്കെ സപ്പോർട്ട് ചെയ്യണം.
പിന്നെന്താ എല്ലാവർക്കും ഷെയർ ചെയ്യണം. അങ്ങനെ പിന്നെ ചിലവർ പറയുന്നുണ്ട് എനിക്ക് വരുന്നില്ല, അത് നിങ്ങൾ ഇതുപോലെ ബെല്ലൈക്കൺ പ്രസ് ചെയ്യാണ്ടാണ് വരാത്തത്. അതെന്തായി ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ ഒക്കെ ഇടുന്ന നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അങ്ങനെ ഇനിയിപ്പോൾ ഇൻഷാ അള്ളാ നാളെ കോഴിക്കോടേക്ക് പോകണം. ഇതുപോലെ ഞാൻ പറ്റുന്ന പോലെ ഞാൻ വീഡിയോസ് ഇടാം കേട്ടോ. ഞാൻ ഇന്നലെ എഡിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്, പക്ഷെ ഇന്നലെ ഒരുപാട് വൈകി. ഞാൻ നിത്താടെ വീട്ടിലാണ്. അപ്പം അവിടെ എല്ലാവരായിട്ട് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നപ്പോൾ പിന്നെ അങ്ങോട്ട് വൈകി ഇടാൻ. അപ്പം ഇന്ന് ഇടാന്ന് വെച്ചത് കേട്ടോ. അങ്ങനെ അപ്പം നിങ്ങൾ ഇതുപോലെ കല്യാണത്തിനൊക്കെ ഉണ്ടെങ്കിലൊക്കെ വിശേഷങ്ങളൊക്കെ പറയാം. അപ്പം ഇൻഷാ അള്ളാ നാളെ പുതിയ വീഡിയോ ആയിട്ട് വരണ്ട് കേട്ടോ.